പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി കാവിനുള്ളിൽ വിളക്കുകൊളുത്തും കാവളം കിളിയേ കൈവളകാതില ചാർത്തിയില്ലേ കോടിയുടുത്തിയിലേ പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി ബന്ധപ്പെട്ട് ആണ് നമ്മളിവിടെ എല്ലാവരും ഇരിക്കുന്നത്. നമ്മുടെ ജവഹർ ബാൽമഞ്ച് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന പൊന്നോണം തകർത്തോണം എന്നുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ബാക്കിയുള്ള എന്തൊക്കെയാണ് എക്വിപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം 2 ഓലക്കാല്. എത്ര ഓലക്കാല്? പിന്നെ ഒരു കത്തി, പിന്നെ ഒരു സ്റ്റാപ്ലർ, ഒരു കത്രിക, ഇത്രയും വേണം. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നല്ല ഓലയായിരിക്കണം, നല്ല ഓലക്കാലായിരിക്കും. ഇതിന് കീറിയതൊന്നും പാടില്ല. എന്നിട്ട് ഇതിനെ നമ്മുടെ ഇവിടെ നിന്നൊരു ഇതിനെ കണ്ട ഈ 2 വശത്തില് ഈ വശമാണ് കട്ടി കൂടിയ വശം. ഇവിടെ ഒരു 10 സെന്റിമീറ്റർ ഇങ്ങോട്ട് നീക്കിയിട്ട് കട്ട് ചെയ്യണം. കൈകിന് സ്കെയിൽ വേണ്ട, ഒരു ഉദ്ദേശം വെച്ച് ഒരു 10 സെന്റിമീറ്റർ കളഞ്ഞു അല്ലേ, അവിടെ വൃത്തിയാക്കുക. കണ്ടല്ലോ. എന്നിട്ട് ഇതുപോലെ ഇവിടെ നിന്ന് ഒരു 15 സെന്റിമീറ്റർ 10ഓ 12ഓ നിങ്ങൾ എടുക്കുക. ഇതുപോലെ കട്ട് ചെയ്യുക. ഇതങ്ങ് കീറി കളയുക. കണ്ട, ഇത്രയും മനസ്സിലായ? കിട്ടിയില്ല? അപ്പൊ വൃത്തി വേണം. നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിനെല്ലാം ഇതായിരിക്കണം. വൃത്തി വേണം. ഇനി ചെയ്യേണ്ടത് ഇവിടെ ഒരു 1 സെന്റിമീറ്റർ ഇങ്ങോട്ട് ചീന്തണം. 1 സെന്റിമീറ്റർ, കൂടുതൽ പാടില്ല. 1 സെന്റിമീറ്റർ, 1ഓ 2ഓ 2 സൈഡും ചീന്തി. എന്നിട്ട് ഇതിനെ നമ്മള് കോട്ടണം. കോട്ടാൻ അറിയാമല്ലോ. ഇങ്ങനെ കോട്ടുക. ഇവിടെ എന്നിട്ട് സ്റ്റാപ്ലർ കൊണ്ട് 2 അടി അടിക്കുക. 1 2 കണ്ടോ, ഒരു വശം ശരിയായില്ലേ? ഇനി അടുത്ത വശം ഇതുപോലെ ഇങ്ങനെ 1 2 കണ്ടാ, ഒരു വഞ്ചിയായില്ലേ? ഇനി 1 ചെറുതും 1 വലുതുമായിരിക്കണം. ഇതിപ്പം ചെറുതാണെങ്കിൽ അടുത്ത എന്തായിരിക്കണം? വലുതായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വലുതിന്റെ മുകളിൽ ചെറുതിനെ കയറ്റി വെക്കണം. അപ്പൊ ഇനി അടുത്ത ഒരെണ്ണം കൊണ്ട് ഉണ്ടാക്കാം. ഇതിവിടെ വെക്കും. ഇനി ഇത് വലുതാണെങ്കിൽ ഇതിനെ ചെറുതാക്കാം. ഒരു കാര്യം, ഇതിനെ ചെറുതാക്കാം. ഒരു 8ഓ 9ഓ ആക്കി കളഞ്ഞു. ഉണ്ടല്ലോ. ഇതിപ്പോ അത് വലുതായാലും ഇതിനെ ചെറുതാക്കി. ഇനി ഇതുപോലെ തന്നെ അല്പം ചീന്തുക.
ഇവിടെ ഇതിലെന്ത് ചെയ്യണം? ഇത് കോട്ട് 2 സ്ട്രാപ്പ്. ആ ഇത്രയും പിടി കിട്ടിയല്ലോ. ആ ഇനിയാണ് ഇപ്പോൾ ഇത് വലുത്, ഇത് ചെറുത്. അപ്പൊ നീളം കൂടിയതും നീളം കുറഞ്ഞതും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യാം. എന്നിട്ട് നമുക്കിത് എടുക്കാം. വലുതിന്റെ മുകളിൽ എന്ത് ചെയ്യണം? ചെറുത്. അപ്പൊ ഇതിന്റെ ഈ വശം കണ്ടല്ലേ, കട്ടി കൂടിയ വശമാണ് നമ്മൾ ഇതിൽ കുത്തി ഇറക്കേണ്ടത്. ഈ മൂലയിൽ കുത്തി ഇറക്കണം. കുത്തി ഇറക്കുമ്പോൾ അതങ്ങ് പൊയ്ക്കോളും. കയറി പോകുന്നുണ്ടാ, കയറി പൊയ്ക്കോളും. എന്നിട്ട് ഇത്രയും ഭാഗം വേണ്ട, കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ വളയ്ക്കണം. വളച്ച് വില്ല് പോലെ വരും. ഇതിനെ ഈ മൂലയിൽ കയറ്റി ഹലോ ഇത് കണ്ടാ. അപ്പൊ ഇതിങ്ങനെ വലിക്കുക. ഇത്രയും നമുക്ക് വേണ്ട, ഇത് അതിനകത്ത് കയറി വേണ്ട പ്രവർത്തനം. ഇനി ഇത്രയും ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇനിയാണ് 4 5 എത്ര വേണോ കേട്ടത്. എന്നിട്ട് അപ്പൊ ഇത് രണ്ടിലും മുകളിലുള്ളത് ഈ വലുതും ചെറുതും ഒരേ രീതിയിൽ വേണം കുത്ത് വേണ്ടത്. അല്ല ഇങ്ങനെ ഈ ഭാഗത്ത് കുത്തിയാൽ ഓടില്ല. മനസ്സിലായി? 2 എന്നിട്ടിത് ഒരെണ്ണം മുകളിലത്തെ ആ പിന്നെ ഇറുക്കിൽ പിടിക്കുക, ഒരെണ്ണം താഴത്തെ ഇറുക്കിൽ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക്. അതാണ് പൊന്നു കൊണ്ട് പോള ചാത്തി ചെയ്തു, വെള്ളി കൊണ്ടു മണി കെട്ടി തിത്തിത്താതിത്തെ വിജയ ശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. ഇതിന്റെ വലുതുണ്ടാക്കാലോ. വലുതും ഉണ്ടാക്കാം, ചെറുതും ഉണ്ടാക്കാം. సరసన చేరి వాస్తుగా పెంచానిట్టా 100 కోట్ల సొగసిరి ఆస్తిగా అల్లేసుకో కొసరి కొసరి చిరరాముతుల దాడి ఇష్టమేని సందడి ముట్టడించి ముట్టేసుకోలేవా ఓసారి చేసారే ఏ బంగారు నక్లీసు నా ఒంటికి నచ్చట్లే నీ కౌగిలితో నన్ను సింగారించురా ఏ వెన్నెల జోలాలి
ചെയ്തു. ഒന്ന് കൈയടിച്ചോട്. അപ്പൊ ഇതുപോലെ വീട്ടിൽ പോയി ഉണ്ടാക്കും. പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ അഴകെ ആഴിക്കണ്ണാലെ തഴുകും അമ്പിളി കുഞ്ഞോളെ ഉദിക്കുന്ന വെള്ളം തനതകധാര പുളിയിലെ പോലെ പറക്കണ വെള്ളം തനതകധാര തെക്കുന്നു വെള്ളം വരുന്നേ തനതകധാര തെക്കുന്നു വെള്ളം വരുന്നേ തനതകധാര ആർപ്പോ